നിങ്ങളുടെ ലഡുവിന്റെ പരിവ് എന്തായി ശ്വേതാജി? ലഡുവിന്റെ നട്ട്സ് എല്ലാം ഫ്രൈ ആയി. ഇപ്പൊ റേസിൻസ് ഇട്ടിരിക്കുകയാണ്. ശ്വേത മാമിന്റെ കൂടെ നിന്നെങ്കിലും ഞങ്ങൾ കുക്ക് ചെയ്യാൻ. അതെ അതെ അതെ. ഈ തേങ്ങയുടെ അവസ്ഥ എന്തായി? വിചാരിച്ച പോലെ ആവുന്നുണ്ടോ? തേങ്ങ കുറച്ച് അതെ ഇത് ഓഫ് ചെയ്യണ്ട. ഞാൻ കുറച്ച് വെള്ളം വെക്കാം അതില്. മക്കളെ ഇതൊന്ന് ഇളക്കട. ഇളക്കൂ. തേങ്ങയുടെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റണം എന്നാണ് പറയണേ അല്ലേ? അതെ. അത് ഒരു ശകലം ഒന്ന് ഒരു 5-8 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആയിട്ട് അതിന്റെ ആ ഈർപ്പം ഇരുന്നാൽ നമ്മള് ലൈക്ക് ലാസ്റ്റ് ചെയ്യില്ല, അതിടും. ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഞാൻ വിചാരിച്ചു ഇപ്പൊ കിട്ടിയൊരു ഐഡിയ, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കട്ടൻ ചായയും കൊടുത്താൽ. പഞ്ചസാര ഇടാത്ത ഇത് മധുരമല്ലേ? ഓക്കെ മനസ്സിലായി. ബ്രൗൺ ആയില്ലേ? യെസ്. ഇനി ഇടാം. ഇനി നമ്മൾ എന്താണ്? ശർക്കര, ജാഗറി 1 കപ്പാണ് ഇടേണ്ടത്. പക്ഷെ നമുക്ക് ഇതിന്റെ മധുരം എത്രത്തോളം ഉണ്ടാകും എന്ന് അറിയാത്ത കാരണം നമുക്ക് കമലം കി ജയ് പറയാം. അതാരാ? അത് അടുത്തൊരു കഥ. കമലം കി ജയ്. നമ്മുടെ നാട്ടിലൊരു ടൈലർ ഉണ്ട്. ആ അമ്മൂമ്മ എന്റെ അമ്മൂമ്മയ്ക്ക് പണ്ട് ജമ്പർ മുതൽ ഞങ്ങളുടെ ക്രോപ്പ് ടോപ്പ് വരെ തയ്ക്കുന്ന ആളാണ്. പക്ഷെ ആരുടെയും അളവെടുക്കില്ല. ആളെക്കാളും തുണി വാങ്ങിയും തയ്പ്പ് തുടങ്ങും. അളവ് കറക്റ്റ് ആയിരിക്കും. ഞാനും ചേച്ചി അതിനുശേഷം എന്ത് ഈ അളവില്ലാതെ ഇടുന്നോ അതിനെല്ലാം ഞങ്ങൾ കമലം കി ജയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കമലം കി ജയ് പോലെ അളവില്ലാണ്ട് ജാഗരി അളവില്ലാതെ അല്ല, 1 കപ്പാണ് വേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാ ശർക്കരയ്ക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല. ചില ബ്ലാക്ക് ശർക്കരകൾക്കൊക്കെ ഭയങ്കര മധുരമായിരിക്കും. ഇത് കണ്ടിട്ട് ഇത് ബ്രൗൺ ഷുഗർ ആണ് ആക്ച്വലി. നമ്മുടെ ഒറിജിനൽ ശർക്കര പൊടിച്ച് അല്ല, ഇത് ഓർഗാനിക് ടൈപ്പ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. ശരി. ഇതെന്താണ്? ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ആക്ച്വലി ജാഗറിക്ക് മുമ്പാണ് ഇടേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഇതിന്റെ ഇടയിൽ വെച്ച് നമുക്ക് വറക്കാൻ പറ്റുമോ നോക്കാം. Adjustment is always good for health. ഇതിന്റെ പാകം എങ്ങനെയാണ് അറിയുന്നത്? ഇത് ഉരുട്ടാറായിരുന്നു. ഇതിൽ നിന്ന് മിക്സ് ആയി ഇതിന്റെ വെള്ളം ഇറങ്ങി ഇങ്ങനെ എല്ലാം കൂടെ സെറ്റായി ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം ഇത് വരും. എന്താണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടി നിൽക്കും. പ്രസ് ചെയ്യുമ്പോഴേക്കും ഒട്ടി നിൽക്കും എന്നാണ് പറയുന്നത്. അതിനപ്പോ ഇനിയും സമയം വേണം. അപ്പൊ നമുക്ക് പാർവതിക്കും കൃഷ്ണയ്ക്കും ഒരു ദൗത്യം കൂടി കൊടുക്കാം. ഒരു നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇതൊന്ന് വേഗം ഒട്ടി നിൽക്കാൻ ഒരു നല്ലൊരു പാട്ട് പാടും. ഉണരു നീ എന്റെ ഗന്ധർവനായി വരൂ നീ, പുഴയിലും മലർവനിയിലും തണുത്തലിയുന്നിതാ രജനി. നിന്നെ അറിയാം, നിന്നോടലിയാം, തിരയായലയും കടൽ ഞാൻ. ഹിമശിലെ നീ, തപശിലെ നീ, തപസിൽ നിന്നും ഉണരുമോ. ഹിമശിലെ നീ, തപശിലെ നീ, തപസിൽ നിന്നും ഉണരുമോ. ശിലയിൽ നിന്നും ഉണരു നീ. തുറക്കൂ ജാലകവാതിൽ, മയക്കും മാനസവാതിൽ, എന്തേ ഇനിയും മൗനം? വിളിച്ചു മന്മഥമന്ത്രം, തുടിച്ചു മാതകയാമം, എന്തേ താമസമെന്തേ? ഈ നിമിഷം പ്രിയ നിമിഷം, അലഞ്ഞുറിയും സ്വരനിമിഷം, പൂമഴയിൽ പുളകവുമായി മനമലിയും പൊന്നിമിഷം. ശീലയിൽ നിന്നും ഉണരോ. തപസിൽ നിന്നും ഉണരുമോ. ശിലയിൽ നിന്നും ഉണരു നീ. Thank you.